നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ നിത്യമായ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ചെറിയ കൂട്ടമായി പരിശുദ്ധൻ്റെ പാദപീഠത്തിലേക്ക് കടന്നു വരുവാൻ കാൽവരി ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തമായി തീർന്ന ഏക മെറിറ്റിനാൽ ആ കൃപാസനത്തിലേക്ക് കടന്നു വരുവാനുള്ള ധൈര്യം ഞങ്ങൾക്ക് നൽകിയല്ലോ. മറ്റൊന്നും തന്നെ ഞങ്ങൾ ക്വാളിഫൈ ചെയ്യുന്നില്ല കർത്താവേ. മരണത്തിൻ്റെ പാതാളത്തിൻ്റെ താക്കോലുള്ളവനായി യോടെ വലങ്കി വീര്യം പ്രവചിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ മഹിമയ്ക്കൊത്തവണ്ണം നിന്റെ നീതി നിമിത്തം വെടിവെച്ച് നിന്റെ മഹാശക്തിയെ ദിനം പ്രതി ഞങ്ങളെ കാക്കും, ഇനിയും കാക്കും കർത്താവ്. നിന്റെ മഹത്വമുള്ള നാമം മാത്രം ഉയർന്നിരിക്കട്ടെ. ഇനിയും കടന്നു ഒരാൾ ജനത്തെ കൂട്ടി വരുത്തിയാട്ടെ, യൂട്യൂബ് കേൾക്കുന്ന ജനത്തെ കൂട്ടി വരുത്തിയാട്ടെ. പ്രിയ കർത്താവ്, രാജാനും കുടുംബത്തിനുമായി സ്തോത്രം ചെയ്ത് കർത്താവ്. പ്രിയ സഹോദരിക്ക് നിന്നോട് ചേരുവാൻ തക്കവണ്ണം കർത്താവിടെ ആക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു. അച്ഛനും ബലപ്പെടുത്തിയാട്ടെ, തലമുറകളെ ബലപ്പെടുത്തിയാട്ടെ കർത്താവ്. സമാധാനത്തിൽ ദൈവം ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇസ്രായേൽ നിന്റെ സമാധാനമായിട്ട് നിന്റെ ജനത്തിന് സ്വസ്ഥത കെടുത്തുമാറ്. ഭൂമണ്ഡലത്തിൽ നീക്കിക്കളയത്തക്കവണ്ണം ഗൂഢ പ്രവൃത്തി ചെയ്യുന്നവരുടെ മേൽ നിന്റെ ന്യായവിധികൾ നടക്കുന്ന രാത്രികാലമായി തീരട്ടെ കർത്താവ്. നിന്റെ വാക്കുകൾക്ക് മാറ്റമില്ല. തിരുവായി മൊഴിയായിട്ട് അരുളിച്ച് തൃക്കായിക്കൊണ്ട് നിവർത്തിക്കുന്ന ഒരു ദൈവമാണെന്ന് ലോകം അറിയാൻ തക്കവണ്ണം നിന്റെ കരം ഉയർന്നിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുവഴുത്തിൽ ധ്യാനിപ്പാൻ കൃപ നൽകിയാട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൻ്റെ പരിസരങ്ങളെ, ശബ്ദം കിടന്നുള്ള പരിസരങ്ങളെ, അവരുടെ വാസ്തുവകളെ, തലമുറകളെ, യൂട്യൂബിൽ കേൾക്കുന്ന ജനത്തിൽ നിന്റെ നാമത്തെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രായശ്ചിത്തങ്ങളുമായിട്ട് സാങ്ക്ടിഫൈ ചെയ്യുന്നു. മഹത്വം ക്രൂശിന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ സ്തോത്രം. ദൈവനാമം മഹത്വമുണ്ടാകട്ടെ. കഴിഞ്ഞ ചില ക്ലാസ്സുകളൊക്കെ നമ്മൾ വിവിധമായ വിഷയങ്ങൾ സബ്ജക്റ്റോട് റിലേറ്റഡ് ആണെങ്കിൽ തന്നെയും അടിസ്ഥാനമായ ചില കാര്യങ്ങളിൽ നിന്ന് മാറിയിട്ട് അല്പാഴ്ചകൾ നമ്മൾ ആഭരണ വിഷയത്തിലേക്ക് കടന്നു പോകേണ്ടി വന്നു. ഇന്നലെയാണെങ്കിൽ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർ ഇഷ്യൂസുകളുടെ ഇസ്രായേലും നമ്മുടെ വീണ്ടെടുപ്പുമായിട്ടുള്ള ബന്ധത്തിൽ ചെറിയ കാര്യങ്ങൾ അല്പമായിട്ട് ചിന്തിക്കേണ്ടി വന്നു. ഇന്ന് ദൈവകൃപയാണ് നമ്മൾ ആവാസ്തിക്കൊന്നും ചിന്തിക്കാതെ ഒടുവിൽ കർത്താവിനും അവൻ്റെ അമിത ബലത്തിന് ശക്തിപ്പെടുവിൻ എന്നുള്ള ആ വിഷയത്തിൽ നമ്മൾ ഇനിയും ആഴത്തിലേക്ക് ചിന്തിക്കുകയാണ്. ഇതിൻ്റെ വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, എന്തുകൊണ്ടാണ് ദൈവസഭയ്ക്ക് കർത്താവിൽ ബലപ്പെടാൻ പറ്റാത്തത്? ഈ കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. ഇവിടെ നമുക്കൊരു പ്രോമിസ് തന്നിരിക്കുന്നത്, സാധിക്കും ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും. അതിന് യാതൊരു ലിമിറ്റേഷൻസ് ഇല്ല. ബി സ്ട്രോങ് ഇൻ ദ ലോർഡ് ആൻഡ് ഹിസ് പവർ ഓഫ് ഹിസ് മൈറ്റ്. അതിന് ഒരു അളവുമില്ല. പക്ഷേ എന്തുകൊണ്ട് ദൈവസഭയ്ക്ക് എന്ന് പറയുമ്പോൾ ഇന്ന് കാണുന്ന ഡിനോമിനേഷൻസ് അല്ല, വ്യക്തിപരമായിട്ട് ക്രിസ്തുവിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക്, ക്രിസ്തു യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് എന്തുകൊണ്ട് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ളവനായി, മരണത്തിൻ്റെ പാതാളത്തിനും താക്കോലുള്ളവനായിട്ട്, ഭൂരാജാക്കന്മാരെ ന്യായവിധിക്കുന്ന ഒരു ദൈവമായിട്ട്, രാജാക്കന്മാരെ മാറ്റുന്ന ദൈവമായിട്ട്, വംശങ്ങളെ, ജാതികളെ ന്യായവിധിക്കുന്ന ഒരു ദൈവമായിട്ട്, ധന്യനായ ഏകാധിപതി, ദ ക്യാപ്റ്റൻ ഓഫ് സാൽവേഷൻ, എന്തുകൊണ്ട് അനുഭവിക്കാൻ പറ്റുന്നില്ല ഒരു വിഷയമാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അനേകമായ വിഷയങ്ങൾ കടന്നു വന്നു. അതിൽപ്പെട്ട ഒരു ചെറിയ വിഷയമാണ് ഈ ആഭരണ വിഷയം. എന്തുകൊണ്ട് കർത്താവിന് വസിക്കാൻ പറ്റാതെ വണ്ണം ജഡത്തിൻ്റെതായ ലസ്റ്റുകൾ, ഇൻ്റലിജൻസിന് സാന്നിധ്യം കൊടുക്കുമ്പോൾ അവിടെ കർത്താവ് വസിക്കുകയില്ല. കർത്താവ് വസിക്കുന്നത് പെർഫെക്റ്റ് ആയിട്ടുള്ള നിലത്തിന്, തരിശ് നിലം ഉഴുവാനാണ് പറയുന്നത്. ആദ്യം തരിശ് നിലം ഉഴുത് അതിനകത്തുള്ള കട്ട ഉടച്ച് കളഞ്ഞ് അതിനകത്തുള്ള എന്താ പറയുക മുള്ളും പറക്കാരെയൊക്കെ പറത്തി കളഞ്ഞാൽ മാത്രമേ വിത്ത് വരുള്ളൂ. അല്ലാതെ കൂടെ വിത്ത് കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ വിത്തിൻ്റെ കൂട്ടത്തിൽ ഈ മുള്ളും പറക്കാരെയും വളർന്നു വരും. നമ്മുടെ കൃഷിഭൂമികളൊക്കെ ഇന്ന് കിടക്കുന്ന പോലെ എല്ലാ കളയും വന്ന് അതിൻ്റെ മൂടിക്കളയും. ഇന്ന് പെന്തിക്കോസ് സംഭവിച്ചിരിക്കുന്നതാ. ഞാൻ പെന്തിക്കോസിനെ കുറ്റം പറയുവാനല്ല, വല്ല വിധേനയും കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും സഭയൊന്ന് ശക്തിപ്പെട്ട് അവൻ്റെ വരവെങ്കിൽ എസെക്കിയേൽ 37 ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പോലെ അസ്ഥി അസ്ഥിയോട് വന്ന് ചേർന്ന്, മാംസം വന്ന്, ഞരമ്പ് വന്ന്, തൊക്ക് വന്ന് അതിനെ കവർ ചെയ്ത് ഒരു മഹാസൈന്യമായിട്ട് എഴുന്നേറ്റ് ഇന്ന് നമ്മൾ ലിറ്ററലായിട്ട് കാണുന്നത് പോലെ അത് ലിറ്ററൽ ഇസ്രായേൽ, ആത്മീക ഇസ്രായേലായിരിക്കുന്ന ദൈവസഭ ഇന്ന് അങ്ങോട്ടുള്ള പല പല വിഷയങ്ങളിൽ ചിതറിക്കിടക്കുന്നൊക്കെ മാറിയിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു അന്ത്യ പ്രവൃത്തി, ഒരു പിന്മഴയാൽ
ഒരു റിവൈവൽ നടന്ന് കണ്ണുനീരോടെ കർത്താവ് ഞങ്ങൾക്ക് ഭവിച്ചതിലൊക്കെയും നീ നീതിമാൻ, ഞങ്ങൾ പാപം ചെയ്തു, ഞങ്ങളോട് കൃപ കാണിച്ചാട്ടെ. നിന്റെ കൃപയാൽ ഞങ്ങൾ യഥാസ്ഥാനപ്പെടുത്തിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ, ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അസ്ഥിയായി ഏറ്റവും ഉണങ്ങിയ അസ്ഥി, ഒരു ആത്മീയ അവസ്ഥയുമില്ലാതെ, ഒരു ആത്മീക ചൈതന്യമില്ലാതെ തമ്മിൽ ഭിന്നിച്ച്, ഡിനോമിനേഷൻ്റെ പേര് ഇതൊക്കെ പറഞ്ഞ് ഭിന്നിച്ച് കിടക്കുന്നതൊക്കെയും ഒന്ന് രൂപാന്തരപ്പെട്ട് ഒരു മഹാസൈന്യമായി എന്ന് പറഞ്ഞ പൈശാചിക ഗോളത്തെ വിറപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ വരവെങ്കിൽ പറഞ്ഞിരിക്കുന്നത് സൂര്യനെ പോലെ ശോഭ, ചന്ദ്രനെ പോലെ നിർമ്മലത, വലിയൊരു സൈന്യമായിട്ടാണ് നിൽക്കേണ്ടത്. കൊടികളോടുകൂടിയ സൈന്യം, ജയത്തിൻ്റെ കൊടികളാണ്. നമ്മൾ പാട്ട് പാടിയത് ജയം വരിച്ചോർ സ്തുതിക്കട്ടെ എന്ന്. ഇന്ന് പരാജയത്തിൻ്റെ കൊടികളല്ല എല്ലാത്തിൻ്റെ കയ്യിലുള്ളത്. എന്നിട്ട് പോയിട്ട് രാഷ്ട്രീയക്കാരെയും മറ്റ് ഇക്കുമെനിക്കൽ പ്രസ്ഥാനത്തെയൊക്കെ ആശ്രയിച്ചുകൊണ്ട് കർത്താവിനെ പുറത്താക്കിയിരിക്കുകയാണ്. ഇതിൽ നിന്ന് ഒരു ചെറിയ കൂട്ടമെങ്കിലും സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളവൻ പൂർണ്ണമായിട്ട് ഹൃദയത്തിൽ വസിച്ചുകൊണ്ട് അവൻ മഹിമയുടെ വലത്തുഭാഗത്തിരുന്ന് സ്വർഗത്തിലും ഭൂമി സകല അധികാരം ചെയ്യുന്നത് പോലെ ഇന്ന് നമ്മളിൽ വസിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കും, ചെയ്യുന്നുണ്ട്. ഇത് അനുഭവിച്ചിട്ടാണ് പറയുന്നത്. സാധിക്കും. വലിയ കൂട്ടൊന്നും വേണ്ട, 4 പേര് അറിയേണ്ട, വലിയ സബ്സ്ക്രൈബേഴ്സും വേണ്ട, ഫോളോവേഴ്സും വേണ്ട, ലൈക്കും വേണ്ട, ഒന്നും വേണ്ട. നിങ്ങളുടെ ഹൃദയം ഉയർത്തെന്നിട്ട് ക്രിസ്തുവിനെ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറായാൽ മതി. ഏൽപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് പിന്നെ അവിടെ സ്വന്തം കാര്യങ്ങളൊന്നും മറച്ചു വെക്കരുത്. എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മറച്ചു വെച്ച് ബാക്കി സ്ഥലത്തൊക്കെ നീരുന്നു, അത് നടക്കില്ല. കർത്താവ് നമ്മുടെ സെൽഫിൻ്റെ ഡിസൈറിനോട് ഷെയർ ചെയ്യുന്നതല്ല തൻ്റെ സിംഹാസനം. തൻ്റെ സിംഹാസനം പൂർണ്ണമായിട്ട് ക്ലിയറായ സ്ഥലത്തോ വയ്ക്കുള്ളൂ. അതിന് ഒരു ബുദ്ധിമുട്ട് വേണ്ട. അവന് സർവ്വസമ്പൂർണതയും ഉണ്ട്. ധൈര്യം കിട്ടാത്തെന്ന് പറയുക, ക്രിസ്തുവിനെ കുറിച്ചുള്ള ചരിത്രം വായിച്ചു, അതിൽ വിശ്വസിച്ചു, പക്ഷെ അവന് ഹൃദയത്തിൽ വസിക്കാൻ തക്കവണ്ണം നമ്മുടെ സെൽഫിൻ്റെ ഡിസയേഴ്സ്, വ്യക്തി താല്പര്യത്തെ ഒഴിക്കാൻ അത് വെളിപ്പെട്ട് കിട്ടിയാൽ തന്നെ ഒഴിച്ചു കളയുവാൻ തയ്യാറാകുന്നില്ല. ഒഴിച്ചു കളഞ്ഞാൽ എന്ത് സംഭവിക്കും? കാരണം ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനമില്ല. അവനെക്കുറിച്ചുള്ള വാർത്തകളെ കുറിച്ചുള്ള വചനത്തെക്കുറിച്ചുള്ള പരിജ്ഞാനമുണ്ട്, പേഴ്സണൽ എക്സ്പീരിയൻസ് ഇല്ല. ഈ പേഴ്സണൽ എക്സ്പീരിയൻസ് എങ്ങനെ നേടാമെന്നാണ് ഈ റിലേഷൻസ് ഓഫ് ക്രൈസ്റ്റ് ടു ദ ചർച്ച് എന്ന വിഷയത്തിൽ കൂടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പല കാര്യങ്ങൾ ഏകദേശം 86-87 എപ്പിസോഡാണ്. അപ്പോൾ പെട്ടെന്ന് വരുന്ന ആൾക്ക് ഇത്തരം ഇങ്ങോരെന്തീ പറയുന്നത് എന്ന് മനസ്സിലാകണമെങ്കിൽ ആദ്യമേ തുടങ്ങിയ എപ്പിസോഡുകൾ കേൾക്കണം. നമ്മൾ എങ്ങനെയായിരുന്നു, ഏതായിരുന്നു ക്രിസ്തുമായിട്ട് യാതൊരു ബന്ധമില്ലാതിരുന്നത്, ന്യായപ്രമാണത്തിലൊരു വാക്തത്വങ്ങൾക്ക് ബന്ധമില്ലാതിരുന്നത്, ലോകത്തിൽ ദൈവമില്ലാതിരുന്ന ഒരു കൂട്ടമാണ് ജാതികളെന്ന് നമ്മൾ. അവിടെ നിന്നാണ് കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം ക്രിസ്തുവിൽ ഒന്നാക്കി, സ്തോത്രം, തന്നിൽ ഒരേ ശരീരമാക്കി ദൈവത്തോട് നിരപ്പിച്ചു എന്നാണ് എഫേസ്യരിൽ നമ്മൾ പഠിച്ചത്. അങ്ങനെ ആയിരിക്കുന്ന ദൈവസഭ എങ്ങനെയാണ് ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുന്ന വിഷയമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് പല കാര്യങ്ങൾ ചിന്തിച്ചതിലും ഇന്ന് നമുക്ക് വളരെ നിസ്സാരമായ കാര്യം നമുക്ക് തോന്നുന്നതാണ്. എഫേസ്യർ 4-ാം അധ്യായത്തിന്റെ 25, 26, 27 വാക്യങ്ങൾ. ആകിയാൽ ഭോഷ്ക് ഉപേക്ഷിച്ച് ഓരോരുത്തരും താൻ്റെ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പാട്. കൂട്ടുകാരൻ എന്ന് എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷ് ന്യൂ കിങ് ജെയിംസ് വേഴ്സിലാണെങ്കിൽ ലെറ്റ് ഈച്ച് വൺ ഓഫ് യു സ്പീക്ക് ട്രൂത്ത് വിത്ത് ഹിസ് നൈബർ എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ ആക്ച്വലി അതിന്റെ ഗ്രീക്ക് ട്രാൻസ്ലേഷൻ അസോസിയേറ്റ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫോർ വി ആർ മെമ്പേഴ്സ് ഓഫ് വൺ ബോഡി. നമ്മുടെ അയൽക്കാരൻ കത്തോലിക്കനോ അല്ലെങ്കിൽ ഹിന്ദു അല്ലെങ്കിൽ മുസ്ലിമോ അല്ലെങ്കിൽ ബന്ധുക്കോസിൽ തന്നെ ക്രിസ്തു വസിക്കാത്തവൻ ശരീരത്തിലുള്ളതല്ല. ഇന്ന് ഏറ്റവും വലിയ വഷളത്വം സംഭവിച്ചിരിക്കുന്ന ഏത് ജാതി ക്രിസ്തു എന്ന പേര് അല്ല അയൽക്കാരൻ. രക്തബന്ധത്തില് സഹോദരനെ സഹോദരിയായിരിക്കുന്നവന് പിടിച്ച് സഹോദരൻ എന്ന് പറയാൻ പറ്റില്ല. ക്രിസ്തുവിൽ ജനിക്കാത്ത ഒരുവൻ സഹോദരനായ സഹോദരി അല്ല. ബന്ധുക്കോസിൽ സ്ഥാനപ്പെട്ടാലും കാര്യമില്ല, രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞു കണ്ടുകൊണ്ട് കാര്യമില്ല, അന്യഭാഷ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ക്രിസ്തുവിൽ ജനിച്ച് ക്രിസ്തുവിൽ വസിക്കുന്ന ഒരുവനാണ് പറഞ്ഞിരിക്കുന്നത് നാം തമ്മിൽ അവയവങ്ങളല്ലോ. അപ്പൊ ഈ അവയവങ്ങൾ തമ്മിൽ ഭോഷ്ക് പറയരുത്, കള്ളം പറയരുത്. അതിന്റെ അനുഭവമുണ്ടോ? വളരെ വ്യക്തമായ ഒരു അനുഭവമുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ വളരെ ശക്തമായ ഒരു അറിവ് അവിടെ ഉള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സ്തോത്രം. 1-ാം വാക്യത്തോടെ നമ്മൾ വായിച്ചാൽ അന്ന് സഭ വളരെ ശക്തിയോടുകൂടെ നിൽക്കുകയാണ്. 2-ാം അധ്യായത്തിന് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി എന്ന സഭയുടെ ഫൗണ്ടേഷൻ നടന്നു, സഭയുടെ പ്രവൃത്തി ആരംഭിക്കുകയാണ്. പത്രോസ് 11 പേരോട് കൂടെ എഴുന്നേറ്റ് നിന്ന് ക്രിസ്തുവിനെ ന്യായപ്രമാണങ്ങളിൽ കൂടെ
ക്രിസ്തുവിനെ വിവരിച്ചു. അപ്പോൾ പലരും ചിന്തിക്കുന്ന നമുക്ക് പുതിയ നിയമം പറയാം, പത്രോസ് തന്നെ പഴയ നിയമം എടുത്ത് പ്രസംഗിച്ച്. അന്ന് പഴയ നിയമ പുസ്തകമില്ല. ഏറ്റവും ആദ്യമായിട്ട് യേശു ക്രിസ്തു പ്രസംഗിച്ച് അവിടെ പുതിയ നിയമത്തിൽ നിന്നായിരുന്നു. ഇമാവുസിലേക്ക് പോയ 2 സഹോദരന്മാരോട് മോശ ന്യായപ്രമാണത്തിൽ പ്രവാചക പുസ്തകം സങ്കീർത്തനങ്ങളും തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഓരോന്ന് വിവരിച്ചു കൊടുത്തപ്പോഴാണ് അവരെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നത്. സ്തോത്രം. അപ്പോസ്തലന്മാർ പത്രോസ് പ്രസംഗിച്ചത് എവിടുന്നായിരുന്നു? അവരല്ലേ ഇതൊക്കെ പുതിയ നിയമം എഴുതിയത്. അമ്മ സ്തോത്രം. 16 സങ്കീർത്തനത്തിലോ നിന്റെ ദ്രവത്വം, പരിശുദ്ധ ദ്രവത്വം കാണുകയില്ല, അവനെ പാതാളത്തിൽ കൈവിടുകയില്ല. ദാവീദ് മരിച്ചു, അവനെ കുഴിച്ചുവിട്ടതിന് അവന്റെ കല്ലറ നമ്മുടെ അടുത്തുണ്ട്. ഇവനെ ഉയർത്തിയത് ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടു. അങ്ങനെ പഴയ നിയമത്തിൽ നിന്ന് വാക്യങ്ങൾ കോട്ടിച്ചിട്ട് അവരൊക്കെ പ്രസംഗിച്ചത്. ഇന്ന് പലരും പറഞ്ഞു നമുക്ക് പുതിയ നിയമം മതി, പഴയ നിയമം. നിങ്ങൾ എന്തിനാ ഈ സമാഗമന കൂടാരം, നിങ്ങൾ എന്തിനാ ഈ കൃപാസനം, ഇതൊക്കെ പഠിപ്പിക്കാൻ പോണ്? അവിടെയല്ലേ സത്യം കിടക്കുന്നത്. അപ്പം ഇതിൻ്റെ ആൻസർ ഞാൻ ഇന്നലെ പറഞ്ഞു വന്നപ്പോൾ അല്പം സ്ലിപ്പായിട്ട് പോയി. ഏദൻ തോട്ടത്തിൽ ഇറങ്ങി വന്നത് തുടങ്ങി ദൈവം സ്ഥിരമായിട്ട് ഇസ്രായേലിന്റെ മധ്യത്തിൽ നിന്ന് വസിപ്പാൻ തക്ക വേണം ഒരു ടെമ്പററി ആലയം പണിയാനാണ് പറഞ്ഞത്. ആ ആലയം പണിയുന്ന സമയത്ത് പോലും ദൈവം അവിടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ കാണിക്കുന്ന മാതൃക പ്രകാരം തന്നെ പണിയണം. എബ്രായ ലേഖനത്തിൽ എടുത്തു എഴുതുമ്പോൾ സൂക്ഷിച്ചുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ യേശു ക്രിസ്തു തന്നെയാണ് മന്ദിരം. എന്നാൽ അതിനുശേഷം യഥാർത്ഥ സഭയുടെ വരവിന് മുമ്പ് തന്നെ അന്ന് നിലവിലുണ്ടായിരുന്ന യെരൂശലേം ആലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇടിച്ചു കളഞ്ഞു പോകുമെന്ന് കർത്താവ് പറഞ്ഞു. കാരണം എന്താ? AD 7 നടന്നു. പക്ഷെ അതിനേക്കാളും പ്രാധാന്യമായിട്ടുള്ള ആക്ച്വൽ ദൈവസഭ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ദാനമായി നമ്മളിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാവുന്നു നമ്മുടെ ശരീരം. സത്യത്തിന്റെ തൂണും അടിസ്ഥാനമായി ജീവനുള്ള ദൈവത്തിന്റെ ആലയമായിട്ടാണ് നമ്മൾ പണിയുന്നത്. ഇത് പണിയുമ്പോൾ കാണിച്ചു തന്നിരിക്കുന്ന മാതൃക പ്രകാരം തന്നെ പണിയുവാൻ സൂക്ഷിക്കണം. പണിയുന്ന ദൈവദാസന്മാരുടെ കയ്യിൽ തന്നിരിക്കുന്നത് പ്ലംബറ്റാണ്, തൂക്കുകട്ട. അടിസ്ഥാന കല്ല് അല്ലെങ്കിൽ മൂലക്കല്ലായിരിക്കുന്ന ക്രിസ്തുവിനോടാണ് തൂക്കുകട്ട പിടിക്കുന്നത്. ഈ തൂക്കുകട്ട പിടിക്കുമ്പോൾ ഏറ്റവും അടിസ്ഥാന കല്ലിന് തൂക്കുകട്ട കൃത്യമായിട്ട് പിടിച്ചിരിക്കാൻ മേളിലേക്ക് ചെല്ലുമ്പോൾ ഇതെല്ലാം കൂടി ഇടിഞ്ഞ് താഴെ വീഴും. അതിനകത്ത് തൂക്കുകട്ട പിടിക്കുന്ന ഒരു കാര്യമാണ് പറഞ്ഞത്, അന്യോന്യം ഭോഷ്ക് പറയരുത്. അപ്പൊ ക്രിസ്തു എന്ന അടിസ്ഥാനത്തിൽ അപ്പോസ്തലന്മാർ പ്രവാചകന്മാർ എന്ന അടിസ്ഥാനത്തിൽ നമ്മൾ പടന്നു വരുന്നു എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചു. അത് അനുഭവിച്ചിരിക്കുന്ന ഒരു ദൈവസഭയ്ക്കകത്താണ് സഹോദരൻ അനന്യാസും സഫീറയും തങ്ങൾക്കുണ്ടായിരുന്ന വസ്തുക്കളൊക്കെ വിറ്റിട്ട് പത്രോസിന്റെ കാൽക്കീഴ് വെച്ചുകൊണ്ട് വരികയാണ്. നല്ല കാര്യമല്ലയോ? എന്നാൽ അനന്യാസ് എന്ന പേരുള്ള ഒരു പുരുഷൻ തന്റെ ഭാര്യയെ സഫീറോട് കൂടെ ഒരു നിലം വിറ്റു. ഭാര്യയുടെ അറിവോടെ വിലയിൽ കുറെ എടുത്തു വെച്ചു. അവിടെ എടുത്തിരിക്കുന്ന ഓരോ വാക്യങ്ങൾക്ക് വലിയ വിലയുണ്ട്. ഭാര്യയുടെ അറിവോടെ ഇത് എഴുതേണ്ട വല്ല കാര്യമുണ്ടോ? മേളിത്തെ വാക്യം പറഞ്ഞിരിക്കുന്നത് എന്നാൽ അനന്യാസ് എന്ന പേരുള്ള ഒരു പുരുഷൻ തന്റെ ഭാര്യയെ സഫീറോട് കൂടെ ഒരു നിലം വിറ്റു. ഇപ്പൊ രണ്ടുപേരും കൂടെ എടുത്ത് പിന്നത്തെ വാക്യം പറയാണ് ഭാര്യയുടെ അറിവോടെ വിലയിൽ കുറെ എടുത്തു വെച്ച് ഒരംശം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ച്. നല്ല കാര്യമാണ്. സ്തോത്രം. ദൈവസഭ പണിതുകൊണ്ടിരിക്കുകയാണ്. മൂലക്കലായിരിക്കുന്ന ക്രിസ്തുവിന്മേലെ പ്ലംബറ്റും പിടിച്ചുകൊണ്ട് തൂക്കക്കട്ട പിടിച്ചുകൊണ്ടാണ് പത്രോസ് ഇരിക്കുന്നത് അവിടെ. അപ്പൊ ഒരാളുണ്ട് അവിടെ കടന്നു വരുമ്പോ ചെറിയൊരു കള്ളം കൊണ്ടുവരികയാണ്. അപ്പോൾ പത്രോസ് അനന്യാസെ പരിശുദ്ധാത്മാവിന്റെ വ്യാജം കാണിപ്പാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വെപ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? നമ്മള് ശരീരപ്രാണൻ ആത്മാവിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുള്ളവരാണ്. അപ്പൊ സാത്താൻ എന്ന് നിർബന്ധിച്ച് അനന്യാസിനെ സഫീറയെ വശീകരിച്ച് നിർബന്ധിക്കുകയല്ല ചെയ്ത് അവരുടെ അറിവോടുകൂടെ തന്നെ അവരുടെ സമ്മതത്തോടു കൂടെ തന്നെയാണ് സാത്താന്റെ ടെംപ്ടേഷൻ. കാരണം എന്താ? ചർച്ചിനകത്ത് കടക്കാത്തക്ക വേണം ഒരു വഴി നോക്കിയാണ് സേറ്റാൻ. സ്തോത്രം. 3-ാം അധ്യായത്തില് മുടന്തൻ എഴുന്നേറ്റ് നടന്നപ്പോൾ സ്തുതിച്ചു പാടിക്കൊണ്ട് വലിയൊരു പ്രവൃത്തി നടന്നു. 4-ാം അധ്യായത്തിൽ അപ്പോസ്തല പ്രവൃത്തി നോക്കുമ്പോൾ പത്രോസിനെയും യാഹൂനാനെയും അറസ്റ്റ് ചെയ്തുകൊണ്ട് സൻഹേദ്രിൻ സഭയുടെ മുമ്പിൽ നിർത്തി. അതേ സൻഹേദ്രിൻ സഭയാണ്, 70 പേരുള്ള സൻഹേദ്രിൻ സഭയാണ് യേശു ക്രിസ്തുവിനെ ക്രൂശിക്കാൻ വിധിച്ചത്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു തന്നെയോ എന്ന് മഹാപുരോഹിതൻ കയ്യഫാവ് ആണയിട്ട് ചോദിക്കുമ്പോൾ യാഹുവേ ഞാനാകുന്നു
മനുഷ്യപുത്രൻ മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളെ വരുന്നതും നിങ്ങൾ കാണുമെന്ന് പറഞ്ഞപ്പോൾ മഹാപുരോഹിതന്റെ കലിയിളകി. ഈ തച്ചനായിരിക്കും നീയാണോ 110 സംഗീതത്തിൽ പറഞ്ഞിരിക്കുന്ന മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുന്നവൻ? ദാനിയേൽ പ്രവചിച്ചിരിക്കുന്ന 7-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ആകാശമേഘങ്ങൾ വരുന്ന മനുഷ്യപുത്രൻ നീയാണെന്ന് പറഞ്ഞ് കലി പൂണ്ടാണ് വസ്ത്രം കയറിയത്. അവിടെ യേശു രോമം കത്തിരിക്കുന്നതോട് മുമ്പ് മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ നിന്ന് കൊടുത്തു. എന്നാൽ കാൽവരിയില് തന്റെ പരമയാഗത്തിൽ കൂടെ മരണത്തിന്റെ പാതാളത്തിന്റെ താക്കോല് വാങ്ങി പിടിച്ചെടുത്തവനായി കർത്താവ് ഉയർത്തെന്നിട്ട് അപ്പസ്തലന്മാരോട് പറഞ്ഞിരിക്കുന്നത്, സ്വർഗത്തിനും ഭൂമി സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നത് ആകയാൽ പിതാവിന്റെ പുത്രനെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിച്ച് നടപ്പാൻ തക്കോണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കുവാൻ ആ ധൈര്യം, ആ സത്യം വാക്കിൽ മാത്രമേ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം 2-ാം അധ്യായത്തിൽ നടന്നു. 3-ാം അധ്യായത്തിൽ മുടന്തൻ ഉയർത്തിട്ടു മഹാപുരോഹിതന്മാർക്ക് കലിയായി. അവന് ക്രൂശിച്ച് കല്ലറയിലിട്ട് അടച്ചു പൂട്ടി ഒരു കള്ളം പറഞ്ഞു വരുത്തി കാവൽക്കാരെ മഹാപുരോഹിതന്മാരെ അടുത്ത് ചെന്നപ്പോൾ ഞങ്ങൾ ഉറങ്ങുന്ന സമയത്ത് അവന്റെ ശിഷ്യന്മാരും മോഷ്ടിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ മതി, അധികാരി അടുത്ത് ഞങ്ങൾ കാര്യമൊക്കെ നടക്കുകയുള്ള എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വശത്ത് സത്യസുവിശേഷം അതേ കല്ലറയുടെ മുമ്പിൽ നിന്ന് മഗ്ദലക്കാരി മറിയ സഹോദരന്മാരെ അടുത്ത് കൊണ്ടുപോകുമ്പോൾ കാവൽ നിന്ന സഹോദരന്മാർ ഇതെല്ലാം കണ്ടു. കാവൽക്കാര് മഹാപുരോഹിതന്മാരെ അടുത്ത് ചെന്നപ്പോൾ തങ്ങൾക്ക് ബോധിച്ച് തങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ കൈക്കൂലി വാങ്ങി സത്യം മറച്ചു വെച്ചു. ഒരേ കല്ലറയുടെ മുമ്പിൽ നിന്ന് തന്നെയാണ് സത്യസുവിശേഷവും ഗോഷ്കിന്റെ സുവിശേഷം പുറപ്പെട്ടത്. അത് ഇന്നും നടക്കുന്നുണ്ട്. തങ്ങളുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി, സംഘടന താല്പര്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടുവോളം വാങ്ങിച്ചു കഴിഞ്ഞാൽ പറയുന്നത് ബോഷ്കിന്റെ സുവിശേഷമായിരിക്കും. കണ്ടവരാണ് ദൂതം വരുന്നതും കല്ലറയുടെ കല്ല് മാറുന്നതും സ്തോത്രം സഹോദരിമാര് വരുന്നതും അവരോട് സംസാരിക്കുന്നതും എല്ലാം കണ്ടവർ തന്നെയാണ് മഹാപുരോഹിതന്മാരുടെ അടുത്ത് ബോഷ്ക്ക് പറയുന്നത്. എന്നാൽ ക്രൂശിക്കപ്പെട്ടവനെ ക്രിസ്തുവിനെ അന്വേഷിച്ച് കടന്നിയെന്ന സഹോദരിമാരുടെ അടുത്ത് ദൂതം വെളിപ്പെട്ടു. അതേപോലെ തന്നെ ഉയർത്തതിന് യേശു ക്രിസ്തു വെളിപ്പെട്ടു. മഗ്ദലക്കാരി മാറിയ കാലം തൊട്ട് നമസ്കരിച്ചു. ശിഷ്യന്മാരോട് പോയി ഗലീലയിൽ വെച്ച് കാണുമെന്ന് വാർത്തയും കൊടുത്തു. അവിടെ സത്യസുവിശേഷം പറഞ്ഞു. എന്താ ഇതെല്ലാം കണ്ട് കേട്ടതായിട്ടുള്ള മഹാപുരോഹിതന്മാരുടെ അടുത്ത് കാവൽക്കാർ ചെന്ന് പറഞ്ഞു വേണ്ടുവോളം കൊടുത്തു. അവർക്ക് ആവശ്യമുള്ളത് ഡിനോമിനേഷനാണോ വേണ്ടത്, ആഭരണമാണ് വേണ്ടത്, വസ്തുവകയാണ് വേണ്ടത്, എന്ത് വേണം നിന്റെ ഹൃദയത്തിലെ മോഹം ഒക്കെ നിനക്ക് തരും, പിടിച്ചോ. ബോഷ്ക്ക് കൊണ്ടതാണെന്ന സ്തോത്രം. അങ്ങനെ അവിടെ അത് പോയി. പക്ഷേ അനന്യാസും സഫീറയും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച് സഭയോട് ചേർന്നിരിക്കുന്നവരാണ്. രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനം പ്രതി സഭയോട് ചേർത്ത് കൊണ്ടിരുന്നു. പത്രോസല്ല ചേർത്തത്. സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത്ര ശക്തിയോടുകൂടെ മഹാപുരുഷ സന്വേദ സഭയുടെ മുമ്പില്, കയ്യഫാവിന്റെ മുമ്പില് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു തന്നെയാണോ ചോദിക്കുമ്പോൾ ഞാൻ ആകുന്നു എന്നും മനുഷ്യപുത്രൻ മഹിമയുടെ വലത്തു ഭാഗത്തിരിക്കുന്നതും ആകാശമേഖല വരുന്നത് നിങ്ങൾ കാണുമെന്ന് പറഞ്ഞു. അവിടെ രോമം കത്തിരിക്കുന്നതിന് മുമ്പിൽ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ ആയിരുന്നുവെങ്കിൽ അറസ്റ്റ് ചെയ്ത് യോഹന്നാനെയും പത്രോസിനെയും ഇതേ സംഘീയ സഭയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവത്തെക്കാൾ നിങ്ങളുടെ വാക്ക് അനുസരിക്കുന്നത് യോഗ്യമോ എന്ന് നിങ്ങളെ തന്നെ എണ്ണുന്നത് വിരൽ ചൂണ്ടുകയായിരുന്നു. കാരണം എന്താ? അവരുടെ പുറകിൽ യേശുവിനെ ക്രൂശിക്കാൻ വിധിച്ചതായ പിശാചിന്റെ തലയെ തകർത്ത കർത്താവാണ് അവരുടെ ഉള്ളിലിരിക്കുന്നത്. മനസ്സിലായോ? അതേ മഹാപുരോഹിതന്റെ മുമ്പിൽ വിരൽ ചൂണ്ടി ചോദിക്കുകയാണ്, ദൈവത്തെക്കാൾ നിങ്ങളെ അനുസരിക്കുന്നത് യോഗ്യമോ? അകത്തിരിക്കുന്നതാരാ? സ്വർഗത്തിനു മുമ്പിൽ സകല അധികാരമുള്ളവനെ ഉയർത്തെന്നേറ്റവൻ. അതേ പത്രോസിന്റെ അടുത്താണ്. അപ്പൊ സേറ്റിൽ അവിടെ നടന്നില്ല. പത്രോസിനെയും യോഹന്നാനെയും അടുപ്പിച്ചു വിട്ടു. അവര് പോയി സുവിശേഷം പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പൊ 4-ാം അധ്യായത്തിൽ സാത്താന്റെ തന്ത്രം നടന്നില്ല. 5-ാം അധ്യായത്തിൽ അവൻ ട്രിക്ക് വേറെ ഉപയോഗിച്ചു. സഭയ്ക്കകത്ത് ഒരു കള്ളം കൊണ്ടുവരാൻ. പലരും വസ്തുവകൾ വിറ്റിട്ട് വസ്തുക്കളൊക്കെ കൊണ്ട് കാൽക്കീഴ് കൊണ്ടുവച്ചു. അനന്യാസും സഫീറയും ഒത്തൊരുമിച്ചുകൊണ്ട് വിറ്റ് നിലത്തിന്റെ അറിവോടെ പറഞ്ഞു, ഭാര്യയുടെ അറിവോടെ വിലയിൽ കുറെ എടുത്തു വെച്ച് ഒരംശം കൊണ്ടുവന്ന് അപ്പസ്തോലന്മാരുടെ കാൽക്കൽ വെച്ചു. അവിടെ ചോദിക്കുന്നത്, അപ്പോൾ പത്രോസ് അനന്യാസെ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിന്റെ വില കുറെ എടുത്തു വെപ്പാൻ സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? എന്താ സംഭവിച്ചത്? ആരനുവദിച്ചത്? സാത്താനെ സൃഷ്ടിച്ചിരിക്കുന്നത് അതിന് തന്നെയാണ്.
നിന്റെ ഹൃദയത്തിൽ ഇന്റലിജൻസിന് പ്രേരണ വന്ന ചിലപ്പോ IPCയുടെ അല്ല, പെന്തിക്കോസ്ത് വേൾഡിന്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആള് പറയാം, ഓ തരമില്ല, ഇതൊക്കെ മറ്റു മതത്തിൽ നിന്ന് വന്നതാ, അവിടുന്ന് വന്നതാ, ഇവിടുന്ന് വന്നതാ. സ്തോത്രം. നിന്റെ ഹൃദയത്തിൽ ക്രിസ്തു വസിക്കാൻ നീ ഏൽപ്പിച്ചു കൊടുത്തിട്ട് മറ്റേതെങ്കിലും മതത്തിലെ ഇൻഫ്ലുവൻസ് വന്ന് അനുവദിക്കുന്നത് നീയാണ്. കൈവശമാക്കിയത് എന്ത്? അത് വിൽക്കും മുമ്പ് നിന്റേതല്ലായിരുന്നിയോ? വിറ്റിന് ശേഷം നിന്റെ കൈവശമല്ലാഞ്ഞുവോ? ഈ കാര്യത്തിൽ നീ മനസ്സ് വെച്ചത് എന്ത്? മനുഷ്യരോടല്ല ദൈവത്തോടത്ത് നീ വ്യാജം കാണിച്ചെന്ന് പറഞ്ഞു. ഇത്രേ പത്രോസ് പറഞ്ഞോളൂ. അടുത്ത് സംഭവിച്ചെന്താ? ഈ വാക്ക് കേട്ടിട്ട് അനന്യാസ് വീണ് പ്രാണനെ വിട്ടു. നമ്മളും ചിന്തിച്ചു വരുന്നത് എന്താ? അന്യോന്യം ബോഷ്ക്ക് പറയുന്നത്, നാം തമ്മിൽ അവയവങ്ങളല്ലോ. കയ്യഫാവിന്റെ മുമ്പിൽ, സൻഗരിത സഭയുടെ മുമ്പില് ദൈവത്തെക്കാൾ നിങ്ങളെ അനുസരിക്കുന്നത് യോഗ്യമോ എന്ന് വിരൽ ചൂണ്ടിയ പത്രോസിന്റെ ഉള്ളിലിരിക്കുന്നവൻ തന്നെയാണ് ഇവിടെ അനന്യാസിനെയും ന്യായം വിധിച്ചവൻ. സ്തോത്രം. ഇത് കേട്ടിട്ട് എല്ലാവർക്കും ഭയമുണ്ടായി. ബാല്യക്കാർ എഴുന്നിട്ട് അവനെ ശീലമൊതിഞ്ഞ് പുറത്തു കൊണ്ടുപോയി കുഴിച്ചുണ്ടോ. ഭാര്യയോട് പോലും പറഞ്ഞില്ല. അധികാരം അത്രമാത്രം ദൈവസഭയുടെ. സ്തോത്രം. ഏകദേശം 3 മണി നേരം കഴിഞ്ഞപ്പോൾ അവന്റെ ഭാര്യ ഈ സംഭവിച്ചത് ഒന്നും അറിയാതെ, ഭർത്താവ് ചത്തുവന്നും കുഴിച്ചിട്ടതൊന്നും ഒന്നും അവൾ അറിഞ്ഞിട്ടേ ഇല്ല, ഒന്നും അറിയാതെ അകത്ത് വന്നു. പത്രോസ് അവളോട്, ഇത്രയ്ക്കോ നിങ്ങൾ വിലം പറ്റത് എന്ന് പറയുന്നു പറഞ്ഞു. അതെ, ഇത്രയ്ക്ക് തന്നെ എന്ന് അവൾ പറഞ്ഞു. പത്രോസ് അവളോട്, കർത്താവിന്റെ ആത്മാവിനെ പരീക്ഷിപ്പാൻ നിങ്ങൾ തമ്മിൽ ഒത്തുതെന്ത്? ഇതാ നിന്റെ ഭർത്താവിനെ കുഴിച്ചിട്ടവരുടെ കാൽ വാതിൽക്കുണ്ടെന്ന് പറഞ്ഞു. അവർ നിന്നെയും പുറത്തു കൊണ്ടുപോകും എന്ന് പറഞ്ഞു. ഇതാരെ വിധിച്ച്? നേരത്തെ അനന്യാസിന്റെ വിഷയത്തില് ഈ വാക്ക് കേട്ടിട്ട് അവൾ പറഞ്ഞു, പത്രോസ് ഈ കാര്യത്തിൽ മനസ്സ് വെച്ചെന്ത്? മനുഷ്യരോടുള്ള ദൈവത്തോടത്ര നീ വ്യാജം കാണിച്ചെന്ന് പറഞ്ഞു. ഛേദിച്ച് കളഞ്ഞത് കർത്താവാ. അടുത്തത് പത്രോസ് ഇവിടെ പറയുന്നെന്താ? പത്രോസ് അവളോട്, കർത്താവിന്റെ ആത്മാവിനെ പരീക്ഷിപ്പാൻ നിങ്ങൾ തമ്മിൽ ഒത്തുതെന്ത്? ഇതാ നിന്റെ ഭർത്താവിന് കുഴിച്ചിട്ടവരുടെ കാൽ വാതിൽക്കലുണ്ട്, അവർ നിന്നെയും പുറത്തു കൊണ്ടുപോകും എന്ന് പത്രോസ് പറഞ്ഞു. ഉടനെ അവൾ അവന്റെ കാൽക്കൽ വീണ് പ്രാണനെ വിട്ടു. ഇതാ ദൈവസഭയുടെ അധികാരം. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. ഇപ്പൊ ആദ്യമായിട്ട് കേൾക്കുന്നവർ ചോദിക്കും, ഇത്തരം സഭ ഇന്നുണ്ടോ? ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്ന് അരുളി ചെയ്തവൻ ആകാശമേഘങ്ങളിൽ വരുന്നത് വരേക്ക് അവന്റെ സഭയുണ്ട്, ഇന്നുമുണ്ട്. പരിഹാസികൾ പരിഹസിക്കട്ടെ, ആപന്ന പ്രേമികൾ ഇൻഡൽജൻസ് ചെയ്തവർ ചെയ്യട്ടെ. ക്രിസ്തുവിന് വസിക്കാൻ ഹൃദയത്തിൽ ഇടം കൊടുത്തവരിൽ കൂടെ സ്വർഗത്തിലും ഭൂമിയിൽ സകല അധികാരമുള്ളവൻ ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്, പ്രവർത്തിക്കുകയും ചെയ്യും. അതൊന്ന് കാണിച്ചു തന്നെ. ഇത് കാണിക്കണമെങ്കിൽ കുറച്ച് പ്രവൃത്തിയുണ്ട് അതിന്റെ പുറകിൽ. അതിനാണ് 86ഓളം എപ്പിസോഡുകൾ കണ്ടിന്യൂസ് ആയിട്ട് എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ നാം പറഞ്ഞു തന്നത് എവിടെയായിരുന്നു? സ്തോത്രം. അപ്പൊ ഒടുവിൽ കർത്താവിൽ അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടാൻ പറ്റാത്തതിന്റെ വിഷയങ്ങൾ വന്ന് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്, സ്തോത്രം. ആകിയാൽ ബോഷ്ക്ക് ഉപേക്ഷിച്ച് ഓരോരുത്തർ താൻ താന്റെ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പിൻ. സൈറ്റാൻ എന്നിട്ട് അടുത്ത് പറയുന്നതാണ്, സ്തോത്രം, കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പിൻ. സൂര്യൻ അസ്തമിക്കുമ്പോൾ നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്, പിശാചിന് ഇടം കൊടുക്കരുത്. അപ്പൊ ഇവിടെ കോപത്തിന്റെ വിഷയം മാത്രമല്ല കാര്യം. അനന്യാസും സഫീറയും കോപിച്ചൊന്നില്ല പത്രോസിന്റെ അടുത്ത്. പത്രോസും കോപിച്ചില്ല. പക്ഷേ ദൈവസഭയുടെ ശക്തി, അതായത് ക്രിസ്തു വസിക്കാതിരിപ്പാൻ അവരുടെ ഹൃദയത്തില് പിശാചിന് അവർ ഇടം കൊടുത്തു. അവിടെ തന്നെ സമ്പത്തായിരുന്നു. പത്രോസ് ചോദിച്ചില്ല, ആരും നിയമം കൊണ്ടുവന്നില്ല കാൽക്കര വയ്ക്കാനായിട്ട്. അനേകം കുടുംബങ്ങൾ കൊണ്ടുവന്ന് വെച്ചു, അവരും വെച്ചപ്പോ അതിന്റെ ഇടയ്ക്ക് ചെറിയൊരു ഇന്റലിജൻസ് അൽപ്പെടുത്ത് വെച്ചോ. അന്ന് അങ്ങനെ ആവട്ടെ, ആമേൻ പറഞ്ഞു. പോയത് 2 പോയി. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. പാതാള ഗോപുരം അകത്ത് കടക്കാൻ ശ്രമിച്ചാൽ ക്രിസ്തു വസിക്കുന്ന ദൈവസഭയ്ക്ക് അത് അനുവദനീയമല്ല, ഛേദിക്കപ്പെടും. സ്വർഗത്തിലും ഭൂമിയിൽ സകല അധികാരമുള്ളവൻ ഇന്നുമുണ്ട്.
അവൻ വസിക്കുന്ന ആലയത്തിൽ അവന്റെ പ്രവൃത്തി ഇന്നും നടക്കുന്നുണ്ട്. ഇനി അവന്റെ വരവ് വരെയും നടക്കും. ആകാശമേഖല അവൻ വരുന്നവരേക്കും വിസിബിൾ ആയിട്ടല്ല, ഇൻവിസിബിൾ ആയിട്ട്, ടാൻജിബിൾ ആയിട്ടല്ല, തൊട്ട് കണ്ടുകൊണ്ട് കാണത്തക്കവണ്ണമല്ല ദൈവസഭ ഇന്നും ഭൂമണ്ഡലത്തിലുണ്ട്. ഇതിലേക്കാണ് ഇവ ക്ലാസ്സിൽ കൂടെ വിളിക്കുന്നത്. അപ്പോൾ യോഗി പാസ്റ്റർ, ഇത്ര സഭ എവിടെയുള്ളത്? അന്വേഷിക്കുക. 86 എപ്പിസോഡുകൾ ഈ വിഷയത്തെ കുറിച്ച് പറയുന്നത്. റോമാലേഖനം എടുത്തുകൊണ്ട് ഏകദേശം 10-70 എപ്പിസോഡുകൾ ആ വിഷയത്തിൽ ചെയ്തു. കേൾക്കുന്നവർക്ക് താല്പര്യമുള്ളത് കൊച്ചു ഇതൊക്കെ കഠിനമായ വാക്കാ, ഇതിനൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരുന്നവർ പോലും ഇപ്പൊ ഗുഡ് ബൈ പറഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ ചെറിയൊരു യെരമ്യാവിന്റെ കാര്യം പറഞ്ഞാൽ, യെരമ്യാവിനോട് രാജാവ് പറഞ്ഞു, നീ എന്നെ വന്ന് കണ്ടതെന്ന് ചോദിച്ചാല് നീ എന്നെ കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞാൽ മതി. യെരമ്യാവ് അങ്ങനെ യെരമ്യാവിന് കള്ളം പറയാൻ ഇടം കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾക്കും കള്ളം പറഞ്ഞുകൂടെ? പറഞ്ഞോളൂ. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമായിട്ട് പണിയണമെങ്കിൽ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ ആലയമായിട്ട് പണിയപ്പെടുവാനാണ് നീ ഏൽപ്പിക്കുന്നതെങ്കിൽ അവിടെ നടക്കില്ല. അല്ലാത്തോടത്തൊക്കെ നടക്കും. ഇലക്ഷൻ നടക്കും, രാഷ്ട്രീയത്തിൽ ഇടപെടാം, രാഷ്ട്രീയക്കാർ വന്ന് പ്രസംഗിക്കും, എല്ലാം നടക്കും. അവിടെ കർത്താവില്ല. സ്തോത്രം. സമയം വിഷയം സംഭവം വളരെ ചെറുതാണ്. ന്യൂ ജനറേഷൻ പറയും എന്താ വലിയ കാര്യം, അവര് സമ്പത്തല്ലയോ, അവര് വെച്ചല്ലോ, ഇതൊക്കെ നിങ്ങളുണ്ടാക്കുന്ന കെട്ടിച്ചമയ്ക്കുന്ന കാര്യങ്ങളല്ലോ. അബ്രാഹാമിന്റെ അനുഗ്രഹം വിശ്വസിക്കുന്നവർക്ക് ജാതികൾക്ക് വരേണ്ടത്. അയ്യോ, അതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. പ്രസംഗിച്ചോളൂ. ആരാ പറഞ്ഞു വേണ്ടെന്ന്? അനുഗ്രഹം വാങ്ങിക്കോളൂ. ആരാ പറഞ്ഞു വേണ്ടത്? എന്നാൽ നിന്റെ ഇന്റലിജൻസിനെ, നിന്റെ സ്വാർത്ഥതയെ, നിന്റെ മ്ലേച്ഛമായ ജഡത്തിന്റെ മോഹത്തിനാണ് നീ ചെയ്യുന്നതെങ്കിൽ നീ ഓൾറെഡി മരിച്ചിരിക്കുകയാണ്. അവിടെ കർത്താവല്ല മരിക്കുന്നത്. കർത്താവെ കർത്താവ് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. കർത്താവിൽ ബലപ്പെടാൻ പറ്റില്ല. കർത്താവിൽ ബലപ്പെടണമെങ്കിൽ കർത്താവിന് ഇരിക്കത്തക്കൊണ്ട് നിന്റെ സിംഹാസനം മുള്ളും പറക്കാരെയും പുറത്തു പോകണം. സ്തോത്രം. അപ്പൊ കോപത്തെ കുറിച്ച് മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്, പിശാചിന് ഇടം കൊടുക്കത്തക്ക. സൂര്യൻ അസ്തമിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ നിർമ്മിച്ചു കൊണ്ടുപോകണ്ട. സ്തോത്രം. കോപം മാത്രമല്ല, ഏതൊരു കാര്യവും ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അതിനെ വെച്ചുകൊണ്ടിരിക്കേണ്ട. പിശാചിന് ഇടം കൊടുത്താൽ ദൈവം ദീർഘക്ഷമയുള്ളവനാണ്. അനേക അവസരങ്ങൾക്ക് വരെ അവസരം തന്നുകൊണ്ടിരിക്കും. പക്ഷേ ദൈവത്തിന്റെ സഭ അതവിടെ പറഞ്ഞിരിക്കുന്നത്, നാം തമ്മിൽ അവയവങ്ങളല്ലോ. അവയവങ്ങൾ തമ്മിൽ ബോഷ്ക്ക് പറയരുത്. അങ്ങനെ സംഭവമാണ് 5-ാം അധ്യായത്തിൽ നടന്നത്. കാര്യം പിടികിട്ടിന്ന് തോന്നുന്നു. യഥാർത്ഥത്തിൽ ക്രിസ്തു നിങ്ങൾ വസിപ്പാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, സ്വർഗത്തിന് മുമ്പ് സകല അധികാരമുള്ളവർ നിങ്ങൾ വസിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇവ ക്ലാസ്സുകളിൽ കൂടെ ഒക്കെ തന്നെത്താനൊന്ന് ശോധന ചെയ്ത്, ഇതുപോലെയുള്ള അനന്യാസും സഫീറയും മരിച്ചതുപോലെ ഒന്നും നടക്കുന്നില്ലല്ലോ. ഞാൻ എത്രയോ പ്രാവശ്യം കൊച്ചു കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. നീ ആത്മാവിൽ ഒരു മരിച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ ദീർഘക്ഷമ നിനക്ക് മാനസാന്തരത്തിന് അവസരം തരികയാണ്. അത് അവന്റെ റൈഷ്യസ്നെസ് അല്ല. സ്തോത്രം. അതുകൊണ്ട് ഓരോരുത്തരും തന്നെ ശോധന ചെയ്ത് ഉയർത്തെന്നിട്ട് അവർ ക്രിസ്തു എന്നിൽ കൂടെ പ്രവൃത്തി തടസ്സമായിട്ട് എന്തുകൊണ്ട് കർത്താവ് എനിക്കത് വേണ്ട, ഗുഡ് ബൈ എന്ന് തീരുമാനിച്ചാൽ അപ്പോഴാണ് വീണ്ടും ജനിച്ചവന്റെ, നമ്മെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം നമ്മൾ പ്രവൃത്തി നടക്കുന്നത്. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാൻ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, നിന്റെ സ്നേഹത്തിന് കരുതലുമായ സ്തോത്രം. ആരെയും ഭയപ്പെടുത്തുവാനല്ല കർത്താവ്, നിനക്ക് വസിപ്പാതൊക്കെ വേണം. നിന്റെ മധുരമായ ഓരോ ജനത്തെയും ശബ്ദം കേൾക്കുന്ന ഓരോ ജനത്തെയും കർത്താവ് നീ പണിതെടുത്താട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഭാരമുള്ളതല്ല കർത്താവ്, നിന്റെ മുഖം മൃദുവാണ്, ഭാരമുള്ളതല്ല. നീ സ്നേഹം തന്നെ, നിത്യസ്നേഹം കൊണ്ടാണ് നീ ഞങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത്. അതിന് നീ മാറുന്നില്ലല്ലോ. ഇസ്രായേലിൽ ഞങ്ങൾ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതായ സ്തോത്രം. യൂട്യൂബിൽ കേൾക്കുന്ന നേരത്തെയും അനുഗ്രഹിക്കുന്ന കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ സ്തോത്രം.